നമസ്തേ. കേരളത്തിൽ ചിലർക്ക് ഹിന്ദുവിനോടും ഹിന്ദു മതത്തോടും സനാതന വിശ്വാസങ്ങളോടും വല്ലാത്തൊരു ഐത്തമാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ദേവീദേവന്മാരെയും അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അവർ പതിവാക്കുന്നു. ഗണപതി മിത്താണെന്ന് പറഞ്ഞവർ ഈ കേരളത്തിലാണ് ഉള്ളത്. ആ ചിലർ കണ്ണു തുറന്നൊന്ന് കണ്ടേ. 1 കോടി രൂപയ്ക്ക് ചെറിയ ഗണേശ വിഗ്രഹം വാങ്ങി ലോക്കറ്റായി ധരിച്ചിരിക്കുകയാണ് ഹോളിവുഡ് താരം വിൽ സ്മിത്ത്. ഭാരതീയർ മാത്രമല്ല, നിരവധി ഹോളിവുഡ് താരങ്ങളും നടന്മാരും ബിസിനസ്സുകാരും ചില ശാസ്ത്രജ്ഞരും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. പലരും ഇത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അവരിൽ ഏറ്റവും പ്രമുഖർ ജൂലിയ റോബർട്സ്, നടൻ റസൽ ബ്രാൻഡ്, റോബർട്ട് ഡൗണി ജൂനിയർ തുടങ്ങിയവരാണ്. ഈ പട്ടികയിലേക്കാണ് പ്രശസ്ത ഹോളിവുഡ് നടനും ഓസ്കാർ ജേതാവുമായ വിൽ സ്മിത്തും കൂടി എത്തിയത്. വിൽ സ്മിത്ത് വളരെ കാലമായി ഹിന്ദു ദൈവങ്ങളിലും മതത്തിലും വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായും വിൽ സ്മിത്തിന് അടുത്ത ബന്ധമുണ്ട്. അടുത്തിടെ 1 കോടി രൂപയ്ക്ക് ഒരു ചെറിയ ഗണേശ വിഗ്രഹ ലോക്കറ്റ് വാങ്ങി അദ്ദേഹം കഴുത്തിൽ ധരിച്ചു. ഗണേശ വിഗ്രഹ ലോക്കറ്റ് വാങ്ങുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഡൽഹിയിലെ സുന്ദർ നഗറിലെ മോത്തി ജുവൽസ് പാലസിൽ നിന്നാണ് വിൽ സ്മിത്ത് സ്വർണവും വജ്രവും ചേർന്ന ഗണേശ വിഗ്രഹ ലോക്കറ്റ് സ്വന്തമാക്കിയത്. മോത്തി ജുവൽസിന്റെ ഉടമ ലണ്ടനിലേക്ക് പോയി അവിടെ വെച്ചാണ് വിൽ സ്മിത്തിനെ കണ്ട് ഗണേശ ലോക്കറ്റ് നൽകിയത്. വളരെ സന്തോഷത്തോടെ ലോക്കറ്റ് സ്വീകരിക്കുകയും അതിന്റെ വിവരണം താല്പര്യത്തോടെ കേൾക്കുകയും ചെയ്ത വിൽ സ്മിത്ത് അതിനെ യഥാർത്ഥത്തിൽ സന്തോഷകരമായൊരു നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചത്. ഭഗവത്ഗീതയിൽ നിന്ന് അഗാധമായ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് വിൽ സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. തന്റെ ജീവിതത്തിലെ സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഈ ഗ്രന്ഥം തന്നെ സഹായിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവത്ഗീത തന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അത് തന്നെ പഠിപ്പിച്ചു. ഗീത വായിക്കുമ്പോൾ തന്റെ ഉള്ളിലെ അർജുനൻ ഉണരുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനുണ്ടായ മാനസിക സംഘർഷങ്ങൾ തന്റെ വ്യക്തിജീവിതത്തിലും താൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചു. തന്റെ ബ്രൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനായി ഇന്ത്യയിൽ എത്തിയപ്പോൾ താൻ ഭഗവത്ഗീതയുടെ 90% വായിച്ചു തീർത്തതായി വിൽ സ്മിത്ത് അന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ഈ ഒരു സംഭവത്തോടനുബന്ധിച്ച് മറ്റൊരു വാർത്തയും കൂടെ പറഞ്ഞോട്ടെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന IPL ഫൈനൽ മത്സരത്തോടനുബന്ധിച്ചുള്ള മിഡ് ഇന്നിംഗ്സ് ഷോയിലെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇവിടെ ചിലർക്കങ്ങ് കുരുപൊട്ടി. ശിവന്റെ ഗാനമായ ജടാധരി അവതരിപ്പിച്ച കോൺസേർട്ട്, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള താണ്ഡവം, തൃശൂലം തുടങ്ങിയ ലേസർ ഷോകളായിരുന്നു അത്. ഇത് ഹിന്ദുസ്ഥാനാണ്. ബഹുദൈവ വിശ്വാസികളുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരു ഭാഗം മുറിച്ചെടുത്തുകൊണ്ട് പോയവരുടെ വാറോലകളുമായി ഒരാളും ഇങ്ങോട്ട് വരേണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു എന്നേ ഈ കുരുപൊട്ടൽ ടീംസിനോട് പറയാനുള്ളൂ. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ വായിച്ചൊരു വൈറൽ കുറിപ്പ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ രാജ്യത്ത് മതേതരനായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണഘടന ഉള്ളതുകൊണ്ടാണോ? ഞാൻ മതേതരനാകുന്നത് എന്തായാലും ഭരണഘടനയിൽ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടല്ല. ഞാൻ മതേതരനാകുന്നത് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദുക്കൾ മതേതരരാകുന്നത് അവരുടെ സ്വത്വം അങ്ങനെ ആയതുകൊണ്ടാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചതുകൊണ്ടല്ല. ഭരണഘടന ഉണ്ടാകുന്നതിന് മുന്നേയും ഇന്ത്യ ഉണ്ടായിരുന്നു. ഈ നാട് ഭരിച്ച ഒരൊറ്റ ഹിന്ദു രാജാവും ഈ നാടിനെ മതരാജ്യമാക്കി ഭരിച്ചിട്ടില്ല. അശോകൻ ബൗദ്ധ ദർശനത്തെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചുവെങ്കിൽ പോലും അദ്ദേഹം അതിനെ മതരാഷ്ട്രമാക്കിയില്ല. അതായത് ഈ രാഷ്ട്രത്തിന്റെ ജനിതകത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണ് മതേതരത്വം. ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ്ട് ഒരേ കാലത്താണ് ഭരണഘടന തയ്യാറാക്കുന്നത്. പാകിസ്ഥാന്റെ ഭരണഘടനയിൽ ആദ്യകാലത്ത് മതേതരത്വം ഉണ്ടായിരുന്നു. കാലക്രമേണ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ സെക്കുലറിസം എന്ന വാക്ക് നോക്കുകുത്തിയാക്കി അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്തു തുടങ്ങി. ഇന്നവരുടെ ഭരണഘടനയിൽ സെക്കുലറിസം എന്ന വാക്ക് പോലുമില്ല. പ്രവൃത്തിയിൽ പണ്ടു തൊട്ടും ഈ ഭരണഘടനയും സെക്കുലറിസവും ഒക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനത ഹിന്ദുക്കളായതുകൊണ്ടാണ്. അവർ അത് പാലിക്കുന്നത് ഭരണഘടന വന്ന് കടിച്ചു തിന്നുമെന്ന് പേടിച്ചിട്ടുമല്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഊറ്റം കൊള്ളുന്ന ഈ ഭരണഘടനയെ വെറും നോക്കുകുത്തിയാക്കിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചത്. അതുകൊണ്ട് എത്ര വലിയ മതേതരത്വം എഴുതിവെച്ച ഭരണഘടനയാണ് എങ്കിലും അത് നിലനിൽക്കുന്നത് ആ രാജ്യത്തിന്റെ ഭൂരിപക്ഷ ജനതയെ മാത്രം ആശ്രയിച്ചാണ്. ഇന്ത്യയുടെ ഭാരതത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും എല്ലാം ഹിന്ദുവാണ്. ഹിന്ദുവില്ലാതെ ഒന്നും ഈ രാജ്യത്തിനില്ല. അതുകൊണ്ടാണ് അരവിന്ദോ ഘോഷ് സ്വാതന്ത്ര്യ സമര കാലത്ത് സനാതന ധർമ്മം തന്നെയാണ് ദേശീയത എന്ന് ഉത്തരപാര പ്രസംഗത്തിൽ ഉദ്ഘോഷിച്ചത്. IPL പോലൊരു ഇന്ത്യൻ ഐക്കോണിക് ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം, പൈതൃകമൊക്കെ എടുത്തുകാട്ടുന്ന ധാരാളം പരിപാടികൾ ഉണ്ടാകും. ഒരു ഹിന്ദു ബിംബം അല്ലെങ്കിൽ ചിഹ്നം കാണുമ്പോൾ മതേതരർ എന്ന് പറയുന്നവരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുണ്ടെങ്കിൽ ആ മനസ്ഥിതിക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ? അപ്പോൾ അവരൊക്കെ മതേതരർ തന്നെ ആയിരുന്നോ?
ന്യൂനപക്ഷങ്ങളെ ആദ്യം പരിഗണിച്ച് ഭൂരിപക്ഷമായ ഹിന്ദുവിന് പരിഗണന പോയിട്ട് അവകാശം പോലും വേണ്ട എന്ന ചിന്താഗതിയാണ് നെഹ്റുവിയൻ സെക്യുലറിസം അഥവാ സ്യൂഡോ സെക്യുലറിസം. ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടക്കേട് ഉണ്ടാകുമെന്ന് കരുതി സ്വന്തം സ്വത്തം പാരമ്പര്യം, സംസ്കാരം, പൈതൃകം എല്ലാം കുഴിച്ചുമൂടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാൻ പറയുന്ന ആശയമാണത്. അതാണ് ഈ രാജ്യത്ത് വളരെയേറെ കാലം ഓടിക്കൊണ്ടിരുന്നതും. അതൊക്കെ ഹിന്ദുക്കൾ തോട്ടിലെറിഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറയായി. ഇത് ഹിന്ദു രാഷ്ട്രമാകുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷ ജനതയാകുന്നത് കൊണ്ടോ ക്ഷേത്രങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടോ അല്ല. അടിമുതൽ മുടി വരെ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് ഹിന്ദു ആയതുകൊണ്ടാണ്. ഈ നാടുള്ള കാലത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ദേവഭാഷയായ സംസ്കൃതത്തിലാണ് IPL ട്രോഫിയിൽ IPLന്റെ മോട്ടോ എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങൾ ലേസർ ഷോയിൽ ശിവനെയും കാണിക്കും, ലോകകപ്പ് ജയിച്ചാൽ കപ്പ് കൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കുകയും ചെയ്യും. സഹിക്കാൻ പറ്റാത്തവർ സഹിക്കേണ്ട. ഇനിയും ഇത് ഇങ്ങനെ തന്നെ 10 മടങ്ങ് ഊർജ്ജത്തോടെ ചെയ്യും. അത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ജനതയുടെ ആത്മാഭിമാനമാണ്. ഇന്ത്യ അഥവാ ഭാരതം ഇന്നലെ ഹിന്ദുരാഷ്ട്രമായിരുന്നു, ഇന്ന് ഹിന്ദുരാഷ്ട്രമാണ്, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഭാരതത്തിൻ്റെ അന്തസ്സത്തെയും വൈചാരിക അടിത്തറയും ഹിന്ദുത്വമാണെന്നും അതിൽ ഉറച്ചു നിന്നു മാത്രമേ രാഷ്ട്രത്തിന് മുന്നോട്ട് കുതിക്കാനാകൂ എന്നും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറയുന്നു. RSS ശതാബ്ദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചി മഹാനഗരം സംഘടിപ്പിച്ച പ്രമുഖ പൗരസംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നിയമനിർമ്മാണത്തിലൂടെ പ്രഖ്യാപിക്കേണ്ട ഒന്നല്ല ഹിന്ദുരാഷ്ട്രം. അത് പണ്ടേ ഉള്ളതും ഇപ്പോഴുള്ളതുമായ യാഥാർത്ഥ്യമാണെന്നും ചരിത്രത്തിൽ സനാതനധർമ്മത്തിലും ഹിന്ദുത്വത്തിലുമുള്ള വിശ്വാസത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറവ് വന്നപ്പോഴാണ് രാജ്യം ദുർബലമായതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ക്ഷീണിതരായതുകൊണ്ടാണ് വിദേശികൾക്ക് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. എന്നാൽ നമ്മുടെ സംസ്കാരം ശക്തമായിരുന്ന കാലത്ത് വന്ന ശത്രുക്കളെയെല്ലാം ഭാരതം സ്വാംശീകരിച്ചിട്ടുണ്ടെന്ന് കാറൽ മാർക്സ് പോലും എഴുതിയിട്ടുണ്ടെന്ന് ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. ഭാരതീയതയുടെ തനിമ ലോകത്തിനു മുന്നിൽ വിളിച്ചോതാൻ മുൻകാല പണ്ഡിതന്മാർ തങ്ങളുടെ ശാസ്ത്രശാഖകൾക്ക് ഹിന്ദു കെമിസ്ട്രി, ഹിന്ദു സോഷ്യോളജി, ഹിന്ദു മാത്തമാറ്റിക്സ് എന്ന് പേരിട്ടു. മഹാത്മാഗാന്ധി പോലും തന്റെ രാഷ്ട്രീയ രൂപരേഖയ്ക്ക് ഹിന്ദു സ്വരാജ് എന്നാണ് പേര് നൽകിയത്. പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കേരളത്തിലെ മുൻ പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് നിരന്തരമായി ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നത് പതിവാക്കി മാറ്റിയത്. സനാതനധർമ്മത്തെ ഏതു വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരുടെ സംഘടിത ആക്രമണമായിരുന്നു കഴിഞ്ഞ ആ കാലയളവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ മതേതര കേരളത്തിലാണ് ശബരിമലയിൽ ആചാരലംഘനം നടത്തി പുരോഗമന ഫെമിനിസ്റ്റുകളെ കയറ്റിയത്. സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് നനഞ്ഞൊട്ടിയ ശരീരം പ്രദർശിപ്പിക്കാനാണെന്ന് പറഞ്ഞത്. ക്യാമ്പസിൽ കുട്ടി സഖാക്കൾ സരസ്വതി ദേവിയും ശിവഭഗവാനെയും വികലമായി ചിത്രീകരിച്ചത്. ആർത്തവ രക്തത്തിൽ അഭിഷേകം ചെയ്ത അയ്യപ്പന്റെ ഫ്ലക്സ് വെച്ചത്. അയ്യപ്പ വിശ്വാസികളായ ഹിന്ദു സ്ത്രീകളെ തെരുവിൽ വികൃതമാക്കി കാട്ടിയത്. നവകേരള സദസ്സിനു വേണ്ടി മഹാകാലേശ്വരനെ തലയിൽ ബക്കറ്റ് കമിഴ്ത്തി വെച്ച് നടു റോഡിൽ പ്രദർശിപ്പിച്ചത്. ജനകീയ പ്രതിരോധ ജാഥയിൽ കോമരം തുള്ളലിനെ വികൃതമായി ചിത്രീകരിച്ചത്. ഗണപതി മിത്താണെന്ന് പറഞ്ഞത്. ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടത്തിയത്. ലൈംഗിക വൈകൃതങ്ങൾ സംസ്കാരമായി പ്രകടിപ്പിക്കുന്ന തലച്ചോറുകൾ തച്ചുടയ്ക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഹിന്ദു സമൂഹം കണ്ണു തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് ആത്മനാശമാണ് വരുത്തിവെക്കുന്നത്. ഹിന്ദു സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയും വിദേശീയർ ചേർത്ത് പിടിക്കുമ്പോൾ ഇവിടെയുള്ള ചിലർ അതിനെ അവഹേളിക്കാനും അധിക്ഷേപിക്കാനും മാത്രമാണ് ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.